ഈ വീഡിയോയിൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന സെക്കൻഡ് ഇയറിലെ ചാപ്റ്ററാണ് റിവൈസ് ചെയ്യുന്നത്. ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രീവിയസ് നോളജായിട്ട് നമുക്ക് കഴിഞ്ഞ കൊല്ലം പഠിച്ച 11ാം ക്ലാസ്സിലെ ട്രിഗണോമെട്രിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ പ്രോപ്പർട്ടീസും ഇവിടുത്തെ പ്രോബ്ലംസും ഒക്കെ വരുന്നത്. ഓക്കെ, നമുക്കതിലേക്ക് കിടക്കാം. ഈ ചാപ്റ്റർ നമ്മൾ പുതുതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ബോർഡിൽ കാണിച്ചിട്ടുള്ളത്. അതായത് സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ് ഇന്റർവൽ -1 ൽ നിന്നും ക്ലോസ് ഇന്റർവൽ -π/2 π/2ലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. കോസ് ഇൻവേഴ്സ് -1 എന്ന ക്ലോസ് ഇന്റർവെലിൽ നിന്നും ക്ലോസ് ഇന്റർവൽ 0π ലേക്ക്. കൊസീക് ഇൻവേഴ്സ് അതിന്റെ ഡൊമെയിൻ r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 ടു അതിന്റെ റേഞ്ച് ആയിട്ട് വരുന്നത് ക്ലോസ് ഇന്റർവൽ -π/2 π/2 -z0. അതുപോലെ സീക്ക് ഇൻവേഴ്സ് r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 ൽ നിന്നും ക്ലോസ് ഇന്റർവൽ 0π മൈനസ് സെറ്റ് π/2. ടാൻ ഇൻവേഴ്സ് r ൽ നിന്നും ഓപ്പൺ ഇന്റർവൽ -π/2 π/2ലേക്കാണ്. കോട്ട് ഇൻവേഴ്സ് r ൽ നിന്നും ഓപ്പൺ ഇന്റർവൽ 0π ലേക്കാണ്. നിങ്ങളിത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നോക്കുക, സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച്, കൊസീക് ഇൻവേഴ്സിന്റെ റേഞ്ച്, ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ച്, ഇവ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അതുപോലെ ബാക്കി മൂന്നെണ്ണം തമ്മിലും ചെറിയൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ റേഞ്ചുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള റേഞ്ചുകളെ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് -π/2 π/2 എന്ന് പറയും. അതുപോലെ കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് 0π. അതുപോലെ ബാക്കി എല്ലാത്തിൻ്റെയും ഈ റേഞ്ചുകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് നമ്മൾ ഓരോ ഫംഗ്ഷൻ്റെയും കാണാതെ അറിഞ്ഞിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്ററിലെ പല പ്രോബ്ലംസും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. ഓരോ ഞാൻ എഴുതുന്നതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. നമുക്ക് ആദ്യം കോസ് ഇൻവേഴ്സ് √3/2 കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവണം കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്? ക്ലോസ്ഡ് ഇന്റർവൽ 0π ആണ്. സോ ദാറ്റ് ഇതിന്റെ ആൻസർ ക്ലോസ്ഡ് ഇന്റർവൽ 0π ഒരു വാല്യൂ ആയിരിക്കും. അത് ആദ്യമേ മനസ്സിലുറപ്പിക്കാം. ഇനി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇതിന് ഈക്വൽ ടു y നമുക്ക് കൊടുക്കുക. എന്താണോ കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഈസ് ഈക്വൽ ടു y. നൗ അപ്ലൈയിങ് ദ ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ, നമുക്ക് ഇതിനെ cos y ഈക്വൽ ടു √3/2 എന്ന് എഴുതാം. നൗ √3/2നെ കോസ് ഓഫ് ഒരു ആംഗിൾ എന്നുള്ള ഫോമിൽ എഴുതാം. നമുക്കറിയാം cos 30 ഡിഗ്രി ആണ് √3/2. 30 ഡിഗ്രീനെ നമുക്ക് π/6 എന്ന ഫോമിൽ റേഡിയൻ മെഷറിൽ എഴുതാം. അപ്പൊ നിങ്ങൾ cos y ഈക്വൽ ടു cos π/6, അതിൽ നിന്നും നമുക്ക് കാണാം വൈയുടെ സ്ഥാനത്ത് വരുന്നത് ഏതാണ്? π/6. ഇനി നോക്കൂ, ഈ π/6 എന്ന് പറയുന്ന വാല്യൂ 0നും πയ്ക്കും ഇടയ്ക്കാണ്. സോ ക്ലിയർലി ദിസ് ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ 0π. അതുകൊണ്ട് നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് √3/2 is equal to π/6 എന്ന് ആൻസർ എഴുതാം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന ആൻസർ അതാത് ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതേപോലെ നമുക്ക് വേറൊന്ന് പരിചയപ്പെടാം. കൊസീക് ഇൻവേഴ്സ് ഓഫ് 2. രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ഇത് രണ്ടാമത്തെ ചോദ്യം. കൊസീക് ഇൻവേഴ്സ് 2. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം കൊസീക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഏതാണ്? ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 -z0 ആണ്. ഇത് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നേരത്തെ ചെയ്ത പോലെ ചെയ്ത് പോവാം. ഈക്വൽ ടു y എന്നെടുത്തു, വിച്ച് ഇംപ്ലൈസ് കൊസീക് y is equal to 2. കൊസീക് y ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് അതിനെ 1/sin y ഈക്വൽ ടു 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിന്റെ രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? sin y ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് sin y is equal to 1/2 വരുന്ന സൈൻ ആംഗിൾ ഏതാണ്? നമുക്കറിയാം sin 30 ഡിഗ്രിയാണ് 1/2. Again 30 degree can be written as π/6. അപ്പോൾ y-യുടെ സ്ഥാനത്ത് എന്ത് വന്നു? π/6 വന്നു. ഇനി നോക്കണം, ഈ π/6 നമുക്ക് ആൻസർ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് π/6 ഈ ബ്രാഞ്ചിലാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ക്ലിയർലി π/6 ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ -π/2 π/2 -z0. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കൊസീക് ഇൻവേഴ്സ് ഓഫ് 2 ഈസ് π/6 എന്ന് നമുക്ക്
ആൻസർ എഴുതാം. അപ്പോൾ ഈ പ്രോബ്ലത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, അതാതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാണോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ കാണണം. ആസ് യൂഷ്വൽ നമ്മൾ ഇതിന് വൈകി കൊടുത്തു. അപ്ലൈങ് ദ ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് നമുക്ക് sin y = -1/2 എന്ന് എഴുതാം. ഇനി ഈ -1/2നെ സൈൻ ഓഫ് ഒരു ആംഗിൾ എന്ന ഫോമിൽ എഴുതിയാൽ മാത്രമേ വൈയുടെ വാല്യൂ നമുക്ക് നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് -1/2ലെ മൈനസ് അവിടെ വെച്ചു. 1/2 വരുന്ന സൈൻ വാല്യൂ നമുക്കറിയാം sin π/6 sin 30 ഡിഗ്രിയാണ്. ഇനി ഈ മൈനസും കൂടെ ഇവിടുന്ന് പോയാലേ ഇത് സൈൻ ഓഫ് ഒരു ആംഗിൾ എന്നുള്ള ഫോമിലാവുള്ളൂ അല്ലേ. അപ്പൊ നമുക്കറിയാവുന്ന റിഡക്ഷൻ ഫോർമുല ഉണ്ട്. എന്താ അത്? sin - θ = -sin θ. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്. അപ്ലൈയിങ് ദാറ്റ് നമുക്ക് ഇതിനെ sin y = sin -π/6 എന്ന് എഴുതാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് y കിട്ടുന്നത് എന്താണ്? -π/6 ആണ്. ഇനി ഈ -π/6നെ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയണം. അതിന് നമുക്ക് എന്താ അറിയണം? സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അതെന്താണ്? -π/2 π/2 എന്ന ക്ലോസ് ഇന്റർവെൽ ആണ്. ഇതിന്റെ ഇടയ്ക്കാണ് ആര് വരിക? -π/6 വരും. സോ ക്ലിയർലി ദിസ് ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവെൽ -π/2 π/2. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2 ഈസ് -π/6. അപ്പൊ നേരത്തെ പോലെ തന്നെ ഇവിടെ എന്താ വ്യത്യാസം വന്നത്? നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു മൈനസ് ഉണ്ടായിരുന്നു. അപ്പൊ -sin π/6 എന്നുള്ള ഫോമിലാണ് റൈറ്റ് സൈഡ് നമ്മൾ ആദ്യം എഴുതിയത്. ഈ മൈനസിനെ ഒഴിവാക്കാൻ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ കൊല്ലത്തെ റിഡക്ഷൻ ഫോർമുല ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് നമ്മൾ തീറ്റ അല്ലെങ്കിൽ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ശ്രദ്ധിക്കണം അത് അതിന്റെ ബ്രാഞ്ചിലാണോ എന്ന് നോക്കണം. ആണെങ്കിൽ നമുക്കത് ആൻസർ ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഈ ആംഗിളിനെ വീണ്ടും പല ഫോമിലേക്ക് മാറ്റിയിട്ട് പ്രിൻസിപ്പൽ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരേണ്ടി വരും. നമുക്ക് വേറെ ഒന്ന് നോക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 മൈനസ് വരുന്നത് തന്നെയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഇതിന് y കൊടുത്തു. ദിസ് ഇംപ്ലൈസ് cos y = -1/2. ഞാൻ നേരത്തെ ചെയ്ത പോലെ മൈനസ് അവിടെ വെച്ചു. 1/2 നമുക്കറിയാം കോസ് 1/2 വരുന്നത് ഏതാണ്? 60 ഡിഗ്രിയിലാണ്. 60 ഡിഗ്രിനെ നമുക്ക് ഇങ്ങനെ എഴുതാം π/3 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ മൈനസ് ഇവിടുന്ന് പോയി കിട്ടണം, എന്നാലേ നമുക്ക് y = എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ -cos π/3നെ നമ്മൾ എഴുതേണ്ടത്? അപ്പൊ നമ്മൾ ആലോചിക്കുക ഏത് ക്വാഡ്രന്റിലൊക്കെയാണ് കോസ് നെഗറ്റീവ് വരിക എന്നാലോചിച്ചാലും മതി. കോസ് നെഗറ്റീവ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് അഡ്ജസ്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് -cos π/3നെ മാറ്റി എഴുതിയാൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം cos π - π/3. ഇതും കഴിഞ്ഞ കൊല്ലം പഠിച്ച റിഡക്ഷൻ ഫോർമുലയാണ്. π - π/3 പൈ മീൻസ് ഇത്രയും -π/3 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റില് അവിടെ കോസിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ് വരിക. ഇവിടെ ഈവൺ മൾട്ടിപ്പിൾ ഓഫ് π/2 ആയതുകൊണ്ട് ദ ആൻസർ ഈസ് -cos π/3. ഇങ്ങനെയാണ് ആൻസർ വരിക. ഇനി ഈ π - π/3 സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം cos y = cos ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 3π - π the whole divided by 3. ഇങ്ങനെയാണ് അതിനെ ചേർക്കുക. ഈ ഭാഗം ചേർക്കുമ്പോൾ or this is the same as 2π/3. അപ്പൊ നമുക്ക് y എന്ത് കിട്ടും? 2π/3 എന്നാണ് കിട്ടുക. ഉടനെ നോക്കുക കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഏതാണ്? ക്ലോസ് ഇന്റർവെൽ 0π ആണ്. ഇതാണ് ആ റീജിയൻ അല്ലെ. അപ്പൊ അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ആൻസർ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ യു ക്യാൻ റൈറ്റ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. Therefore the principal value of cos inverse -1/2 is 2π/3. ഓക്കെ. അടുത്തത് cos inverse -1/√ന്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണണം. ഇതിനെ നമ്മൾ ഈക്വൽ ടു y എന്ന് കൊടുത്തു. This implies cos y = -1/√2. ഈ -1/√2 മൈനസ് അവിടെ വെച്ചു. 1/√2 വരുന്ന കോസ് ആംഗിൾ നമുക്കറിയാം അത് 45 ഡിഗ്രിയാണ്. So we can write this as cos π/4. 45 ഡിഗ്രിന്റെ റേഡിയൻ മെഷർ ആണ് π/4. നമുക്ക് ഈ മൈനസ് കളയണം. അപ്പൊ നേരത്തെ അതേപോലെ cos y = cos π - π/4 എഴുതാം. ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു നോക്കിയാൽ ഇത് കറക്റ്റ് ആണോ നമുക്ക് മനസ്സിലാവും.
cos pi minus pi by 4. ഇവിടെ even multiple of pi by 2 ആയതുകൊണ്ട് ആൻസർ cos pi by 4ലേക്ക് പോകും. pi minus pi by 4 സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് cos pi by 4 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. So this implies cos y is equal to cos, ഇത് രണ്ടും കൂടെ ചേർത്താൽ നമുക്ക് 4 pi minus pi the whole divided by 4, that is 3 pi by 4 എന്ന് കിട്ടും. അതിൽ നിന്ന് y is equal to 3 pi by 4 എന്ന് കിട്ടും. ക്ലിയർലി അത് cos ഇൻവേഴ്സിന്റെ ബ്രാഞ്ചിൽ വരുന്ന വാല്യൂ ആണ്. Therefore the principal value of cos inverse, അതും കൂടെ എഴുതണം. Principal value of cos inverse minus 1 by root 2 is എത്രയാണ്? 3 pi by 4. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ടെക്സ്റ്റിൻ്റെ എക്സസൈസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫോക്കസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് ആ എക്സസൈസിൽ വരുന്ന ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അതിതാണ് tan inverse 2 cos 2 sin inverse 1 by 2 ഇതിൻ്റെ വാല്യൂ കാണാനാണ് ചോദ്യം. ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ sin inverse 1 by 2 അറിയാം. നമ്മൾ എന്ത് ചെയ്യും? y equal to sin inverse 1 by 2 implies sin y is equal to 1 by 2. 1 by 2 വരുന്ന സൈൻ ആംഗിൾ നമുക്കറിയാം 30 ഡിഗ്രി ആണ്, ദാറ്റ് ഈസ് pi by 6 അല്ലേ. അതിൽ നിന്ന് y is equal to pi by 6 എന്ന് കിട്ടും. ക്ലിയർലി അത് സൈൻ ഇൻവേഴ്സിന്റെ ബ്രാഞ്ചിൽ വരുന്നതാണ്. മൈനസ് pi by 2 pi by 2 ലാണ്. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് 1 by 2ന്റെ വാല്യൂ pi by 6 ആണെന്ന് കിട്ടി. അത് ഇതിൽ കൊടുക്കുക. So this expression becomes tan inverse of 2 cos ബ്രാക്കറ്റിലെ 2 into pi by 6 9. 2 into pi by 6 ഇതും ഇതും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ pi by 3 ആവും. അപ്പോൾ നോക്കൂ, ഈ ടേം എന്താ? cos pi by 3 അല്ലേ. cos pi by 3 എന്ന് പറഞ്ഞാൽ cos 60 ഡിഗ്രി ആണ്. cos 60യുടെ വാല്യൂ നമുക്കറിയാം, അത് എത്രയാ? 1 by 2 ആണ്. അപ്പോൾ എന്ത് കിട്ടും? tan inverse of 2 into 1 by 2 എന്നായിട്ട് മാറും. cos pi by 3യുടെ വാല്യൂ ആണ് ഈ കിടക്കുന്ന 1 by 2. അഗെയിൻ 2 ക്യാൻസൽ ചെയ്യും, ബാക്കിയുള്ളത് tan inverse 1 ആണ് അല്ലേ. ഈ tan inverse 1നെ നമുക്ക് ഇക്വേഷൻ 1 കൊടുക്കാം. എങ്ങനെ tan inverse 1 കാണുക? y is equal to tan inverse 1 implies tan y is equal to 1 എന്ന് കിട്ടും. 1 വരുന്ന tan ആംഗിൾ നമുക്കറിയാം tan pi by 4 ആണ് അല്ലേ. അപ്പോൾ y equal to pi by 4 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് tan inverse minus 1ന്റെ ആൻസർ ആയിട്ട് വരും. So what is the answer of our expression? Therefore the given expression is equal to pi by 4 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇത് ടെക്സ്റ്റിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ്. നമുക്ക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ അവിടെ കാണണം. ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ആംഗിൾ എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ ആ ഫംഗ്ഷന്റെ വാല്യൂ അറിയണം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്തണം. സോ ഹിയർ ദ ആൻസർ ഈസ് pi by 4. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന റിസൾട്ട്സ് ആണ് ഈ ബോർഡിൽ കാണുന്നത്. sin inverse of sin x equal to x എപ്പോൾ when x belongs to the principal branch of sin inverse. അതുപോലെ cos inverse cos x equal to x, x cos inverseന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലാണ്. tan inverse tan x equal to x where x belongs to the principal branch of tan inverse. ഇതുപോലെ ബാക്കി മൂന്നെണ്ണത്തിനുണ്ട്. ഞാനൊരു പാറ്റേൺ എന്നുള്ള നിലയ്ക്ക് ഈ മൂന്നെണ്ണം എഴുതിയിട്ടുള്ളൂ. ഇത് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ചില ചോദ്യങ്ങളാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തത് sin inverse of sin 2 pi by 3യുടെ വാല്യൂ എഴുതണം. sin inverse of sin 2 pi by 3. അപ്പോൾ നമുക്ക് ഇതൊറ്റ നോട്ടത്തിൽ ഇതുപോലെ തോന്നും. sin inverse of sin x, xന്റെ സ്ഥാനത്ത് 2 pi by 3. അപ്പോൾ ആൻസർ 2 pi by 3 എന്ന് എഴുതാൻ തോന്നും. പക്ഷെ നോക്കൂ, 2 pi by 3 കിടക്കുന്നത് ഈ ബ്രാഞ്ചിലല്ല. 2 pi by 3 എന്ന് എത്ര വരും? 120 ഡിഗ്രി വരും. pi by 2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെയും മേലേക്ക് പോയി 2 pi by 3 എന്ന് പറയുന്ന വാല്യൂ. സോ ദിസ് ആൻസർ ഈസ് നോട്ട് ഈക്വൽ ടു 2 pi by 3. ഇതേ പാറ്റേൺ ആണ്, പക്ഷെ എക്സ് കിടക്കുന്നത് ഈ ബ്രാഞ്ചിലല്ല, ഇവിടുത്തെ ഈ ആംഗിൾ കിടക്കുന്നത്. അതുകൊണ്ട് ഇതല്ല ഇവിടുത്തെ ആൻസർ. അപ്പോൾ ആൻസർ ആക്കാൻ എന്ത് ചെയ്യണം? ഈ 2 pi by 3 എന്നുള്ള ആംഗിളിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവരണം. അത് കൊണ്ടുവരാനും നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച റിഡക്ഷൻ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഈ 2 pi by 3 എന്നുള്ളതിനെ നമുക്ക് pi minus pi by 3 എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. സിംപ്ലിഫൈ ചെയ്ത് നോക്കോളൂ. 3 pi
minus pi the whole divided by 3. 3 pi minus pi is the same as 2 pi. അപ്പോൾ 2 pi by 3 നെ നമുക്ക് ഇങ്ങനെ മാറ്റാം. ഇപ്പോൾ ഇത് കിടക്കുന്നത് sin pi minus theta എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ sin pi minus theta is equal to sin theta or here it is sin pi by 3 എന്ന് കിട്ടും. ഇനി നോക്കൂ, ഈ pi by 3 എന്ന് പറയുന്ന വാല്യൂ ഇതിന്റെ ഉള്ളിൽ വരുന്ന വാല്യൂ ആണ്. So we can write the answer as pi by 3. Okay, അപ്പോൾ നോക്കൂ 2 pi by 3 അല്ല ആൻസർ എത്രയാണ്? pi by 3 ആണ്. എന്തുകൊണ്ടാണ് 2 pi by 3 അല്ലാഞ്ഞത്? 2 pi by 3 ഈ ബ്രാഞ്ചിലല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ച് 2 pi by 3 എന്നുള്ള ആംഗിളിനെ pi minus pi by 3 എന്നുള്ള ഫോമിൽ എഴുതി. And we know that sin pi minus theta is equal to sin theta. ആ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ sin pi by 3 എന്നാക്കി. അപ്പോൾ pi by 3 ആണ് ഇപ്പോൾ 2 pi by 3 യുടെ സ്ഥാനത്ത് അവിടെ കിടക്കുന്നത്. ഈ pi by 3 വരുന്നത് സൈൻ ഇൻവേഴ്സിന്റെ ബ്രാഞ്ചിലാണ്. അതുകൊണ്ട് നമുക്ക് ആൻസർ pi by 3 എന്ന് എഴുതാം. ഇതേപോലെ നമുക്ക് cos ഇൻവേഴ്സിന്റെ ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് cos ഇൻവേഴ്സ് ഓഫ് cos 7 pi by 6 എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് കാണാം ഈ പാറ്റേണിലാണ്. അപ്പോൾ ആൻസർ 7 pi 6 എന്ന് എഴുതാൻ തോന്നും. പക്ഷെ നോക്കൂ, 7 pi by 6 എന്ന് പറയുന്ന വാല്യൂ 7 into 180 by 6 അത്രയും ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും. 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 210 ഡിഗ്രിയാണ്. 210 എന്ന് പറയുന്നത് നോക്കൂ, ഇത് 180 വരെ ഉള്ളൂ. അപ്പോൾ 210 എന്ന് പറഞ്ഞാൽ അതിൻ്റെയും പുറത്തേക്ക് പോയി. അതുകൊണ്ട് ഇവിടെയും ദിസ് റിസൾട്ട് ഈസ് നോട്ട് ഈക്വൽ ടു 7 pi by 6. നമുക്കറിയാതെ അങ്ങനെ എഴുതാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ സൈനിന്റെ പ്രോബ്ലം ചെയ്ത പോലെ ഈ 7 pi by 6ന്റെ സ്ഥാനത്ത് 0ക്കും പൈക്കും ഇടയ്ക്കുള്ള വാല്യൂ വരത്തക്ക രീതിയിൽ ഇതിനെ മാറ്റണം. ഓക്കെ, അപ്പൊ അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. കോസ് ഇവിടെ നോക്കൂ, പൈ മൈനസ് pi by 6 എന്ന് എഴുതാൻ പറ്റില്ല. പകരം നമുക്ക് 2 pi വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, കോസ് പോസിറ്റീവ് വരുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫസ്റ്റില് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റിൽ അത് വരില്ല അല്ലെ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റിലേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഫോർത്തിൽ വരത്തക്ക രീതിയിൽ ഈ ആംഗിൾ കിടക്കുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിലാകുമ്പോൾ നമുക്ക് അതിനെ 2 pi മൈനസ് pi by 6 എഴുതാം. നോക്കിക്കോളൂ ശരിയാവുമോന്ന്. 2 pi into 6 ദാറ്റ് ഈസ് 12 pi അല്ലേ? pi by 6 അല്ല, എത്ര വരിക? 5 pi by 6. 2 pi മൈനസ് 5 pi by 6. 2 പൈയുടെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അപ്പൊ നമുക്കുള്ള ശരിയാണോ നമുക്ക് നോക്കാം. 12 pi മൈനസ് 5 pi the whole divided by 6. 5 pi minus 12 pi minus 5 pi is 7 pi. അപ്പോൾ 7 pi by 6നെ നമുക്ക് ഇങ്ങനെ എഴുതാം എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നോക്കൂ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2 pi minus 5 pi by 6 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് cos 2 pi minus 5 pi by 6 is cos 5 pi by 6. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച റിസൾട്ടാണ്. cos 2 pi minus theta is equal to cos theta. 2 pi even multiple of pi by 2 ആണ്. So the answer goes to cos theta. ഇനി മൈനസ് വേണോ നോക്കണം. അതെങ്ങനെയാ നോക്കുക? 2 pi minus theta കിടക്കുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. അങ്ങനെയാണ് ആൻസർ പ്ലസ് cos theta എന്ന് വരുന്നത്. അപ്പൊ ആൻസർ ഇവിടെ cos 5 pi by 6 ആയി. 5 pi by 6, pi by 6 എന്ന് പറഞ്ഞാൽ എത്ര? 30 ഡിഗ്രി അല്ലെ? 5 into 30 എത്ര വരും? 150 ഡിഗ്രി. അത് 150 ഡിഗ്രി 180ക്ക് ഉള്ളിലാണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ 5 pi by 6 എഴുതാം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ ഇതാണ്. ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കാം. tan inverse of tan 3 pi by 4 ഈക്വൽ ടു 3 pi by 4 എന്ന് എഴുതാൻ പറ്റുമോ നോക്കാം. കാരണം എന്താ? 3 pi by 4 3 into 45 ഡിഗ്രി ആണ്. അത് നമുക്ക് അറിയാം ടാനിന്റെ ബ്രാഞ്ചിൽ 90 ഡിഗ്രിക്ക് മേലെ പോകും. അപ്പൊ ആൻസർ 3 pi by 4 അല്ല. അപ്പൊ പിന്നെ ഇതിനെ മാറ്റണം. എങ്ങനെ മാറ്റാം? tan ഇൻവേഴ്സ് ഓഫ് tan 3 pi minus pi by 4നെ നമുക്ക് pi വെച്ചിട്ട് എഴുതുമ്പോൾ pi minus pi by 4 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, പക്ഷെ tan pi minus pi by 4 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാനിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. tan ഇൻവേഴ്സ് ഓഫ് മൈനസ് tan pi by 4 എന്ന് വരും. ഓക്കെ, ഇത് മൈനസ് tan തീറ്റ എന്നുള്ള ഫോമിലാണ്. നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട്.
tan minus theta is equal to minus tan theta. Using that, ഇതിനെ നമുക്ക് tan inverse of tan minus pi by 4 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ മൈനസ് പൈ ബൈ 4 എന്ന് എഴുതാൻ പറ്റുമോന്ന് അറിയണം. പറ്റുമെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? അത് ഈ ബ്രാഞ്ചിന്റെ ഉള്ളിലാണോ എന്ന് അറിഞ്ഞാൽ മതി. ക്ലിയർലി മൈനസ് പൈ ബൈ 2നും പൈ ബൈ 2നും ഇടയ്ക്കാണ് മൈനസ് പൈ ബൈ 4 ഉള്ളത്. സോ വി ക്യാൻ റൈറ്റ് ദ ആൻസർ ആസ് മൈനസ് പൈ ബൈ 4. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? പ്രിൻസിപ്പൽ ബ്രാഞ്ചസ് അറിയണം. കൂടാതെ കഴിഞ്ഞ കൊല്ലങ്ങളിൽ നമ്മൾ പഠിച്ച ഈ ടൈപ്പ് റിഡക്ഷൻ ഫോർമുലാസ് എല്ലാം അറിയണം. അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് തന്നെ അതേ രീതിയിൽ ചിന്തിക്കേണ്ട ചില ചോദ്യങ്ങളാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഓരോന്നിനെയും അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കണം. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ഫോം. അതാണ് ഇതിൻ്റെ ആൻസർ. അതാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക? ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഇവിടെ കിടക്കുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ്. ഈ ഒരു റിസൾട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എക്സ് അതിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ കിടക്കണം. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് പ്രകാരം ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് കണ്ടത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പാർട്ടിനെ ടാൻ എക്സ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം. അതായത് ടാൻ ഓഫ് ഒരു ആംഗിൾ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യണോ അതാണ് അവിടുത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ചെയ്ത് നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ്. നമ്മളിപ്പോൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് 1 മൈനസ് കോസ് എക്സ് ഈസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ആ ഫോർമുലയൊക്കെ കാണാതെ അറിയണം. ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഈസ് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. അപ്പൊ ഈ എക്സ്പ്രഷൻ ഇങ്ങനെയായിട്ട് മാറി. ഇനി നോക്കൂ, റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഈ 2ഉം പോയി. ബാക്കിയുള്ളത് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2നെ നമുക്ക് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ആണ്. അത് വെച്ചിട്ട് എഴുതാം. ഇനി റൂട്ടിന്റെ ഉള്ളിൽ സ്ക്വയർ. അപ്പോൾ ആ റൂട്ട് കൺസിഡർ ചെയ്താൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ ഫോർമുലയിലെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാനിന്റെ ഒരു ആംഗിൾ. സോ വാട്ട് ഈസ് ദ ആൻസർ? ദ ആൻസർ ഈസ് എക്സ് ബൈ 2. ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള റിസൾട്ടാണ്. ഇനി ഇതേപോലെ ഈ പ്രോബ്ലം, ഈ ടൈപ്പ് ഒരുപാട് പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട്. പറ്റുന്നിടത്തോളം ചെയ്ത് നോക്കാം. ഞാൻ ഓരോ പാറ്റേൺ കാണിക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ എങ്ങനെ ചെയ്യാം? ഇതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ്, നമുക്ക് ഈ എക്സ്പ്രഷൻ ഫുള്ള് ടാൻ ഓഫ് ഒരു ആംഗിൾ എന്നുള്ള ഫോമിൽ കിട്ടണം. ഇവിടെ നോക്കുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ടാൻ്റെ റിസൾട്ട് ഒന്നും അറിയുന്നില്ല അല്ലേ? ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കോസ് എക്സ് സൈൻ എക്സ്, ഈ കോസ് എക്സ് സൈൻ എക്സ് എല്ലാത്തിനെയും ഓരോ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ടാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഈ 4 ടേമിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നോക്കൂ, കോസ് എക്സ് ബൈ കോസ് എക്സ്, ഓരോ ടേമിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്, എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് അവിടെ അതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. എല്ലാ ടേമിലും ഒരുപോലെ ചെയ്യണമെന്നേ ഉള്ളൂ. എഗെയിൻ കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ സൈൻ എക്സ്, എല്ലാ ടേമിനെയും നമ്മൾ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി നോക്കാം നമുക്ക് എന്താ കിട്ടുകയെന്ന്. ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ കോസ് എക്സ് 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എഗെയിൻ 1 പ്ലസ് ടാൻ എക്സ്. ഇപ്പൊ ടാൻ വന്നു, പക്ഷെ ഇതിനെ ഒന്നിച്ച് നമുക്കൊരു ടാൻ ഓഫ് ഒരു ടേം എന്നുള്ള ഫോമിൽ എഴുതണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്യുകയാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ 1നെ നമുക്ക് ടാൻ പൈ ബൈ 4 എന്ന് എഴുതാം. വി നോ ദാറ്റ് ടാൻ പൈ ബൈ 4 ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ എക്സ് അങ്ങനെ തന്നെ വെച്ചു, ഡിവൈഡഡ് ബൈ ഈ 1 അവിടെ വെച്ചു, പ്ലസ് ഈ ടാൻ എക്സിനെ നമുക്ക് 1 ഇൻറ്റു ടാൻ എക്സ് ചെയ്ത് നമ്പറും ഇൻറ്റു 1 കൺസിഡർ ചെയ്യാലോ. ആ 1ന്റെ സ്ഥാനത്ത് നമ്മൾ ടാൻ പൈ ബൈ 4 എന്ന് എഴുതി, ഇൻറ്റു ടാൻ എക്സ് എന്ന് എഴുതി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പാറ്റേൺ കാണുന്നുണ്ടാവും. ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. അത് ഏതിന്റെ എക്സ്പാൻഷൻ ആണ്? ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ടാൻ എ മൈനസ് ബി. ഇവിടെ എയുടെ സ്ഥാനത്ത് പൈ ബൈ 4, ബിയുടെ സ്ഥാനത്ത് എക്സ്. അപ്പൊ നമുക്ക് ഈ ഉള്ളിലുള്ള ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള സംഭവത്തിനെ ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് എഴുതാം. ഇതിന്റെ എക്സ്പാൻഷൻ ആണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ അതേ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഫോർമുല അറിയണം. ടാൻ എ മൈനസ് ബി എന്താണെന്ന് അറിയണം. ഇനി നോക്കൂ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ വന്നില്ലേ? അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൈ ബൈ 4 മൈനസ് എക്സ്. ഇവിടെ നമ്മൾ ആ പ്രോപ്പർട്ടി തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ടാൻ ഇൻവേഴ്സ് തന്നെ വരണമെന്നൊന്നുമില്ല. സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ ഇവിടെ ഉള്ളതിന് നമ്മൾ സൈൻ തീറ്റ എന്നുള്ള ഫോമിൽ എഴുതാൻ ശ്രമിക്കുക.
കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വരുന്ന കാര്യത്തിനെ കോസ് തീറ്റ എന്നുള്ള ഫോമിൽ എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ടെക്സ്റ്റിലുണ്ട്. സാധാരണ ഒരു പരിധിക്കപ്പുറം പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ചില ചോദ്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ഈ 2 ഞാൻ ചെയ്തു തന്നത്. ഓക്കെ.